Hello everyone, in this video we will discuss the 13th October 2022 UGC NET exam paper 1 previous year questions and solutions. The question is, which of the following represent learning as a 6-level hierarchy in cognitive domain? Options are Bloom's taxonomy, Solo taxonomy, Briggs taxonomy, Gans taxonomy. So, this is learning theories explain cognitive domain option 1 Bloom's taxonomy. Bloom's taxonomy is 3 domains cognitive domain, affective domain, psychomotor domain. അതുപോലെ തന്നെ cognitive domainലുള്ള 6 levelsനെ നമ്മൾ കോഡ് രീതിയിൽ പറഞ്ഞിരുന്നു KCA²ES. അടുത്ത question ആണ്, which of the following models for curriculum evaluation considers 3 primary sources of curriculum, namely students, society and subject matter reflecting the philosophy of education and psychology of learning? Options തന്നിട്ടുള്ളത് CIPP model, Stakes model, Taylor model, Scrivens model. So, here correct answer is option 3 Taylor's model. Taylor identify the 3 major source of curriculum are students, society, and subject matter. Question baki models discuss CIPP model context, input, process, protect model. This is a decision oriented model. Adutha model is Stakes model. Stakes model is concurrence contingency model. There are 3 elements. Antecedents, transactions, and outcomes. Adutha model is Scrivens model. Scrivens model is goal-free model. This is a curriculum evaluation model. Adutha question is, which of the following must be ensured by the 21st century higher education teachers? Preparing students towards higher order thinking, placement of students, using digital resources, interaction with bright students only, interdisciplinary approach. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇപ്പോൾ ഇതിൽ ഡി സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഇന്ററാക്ഷൻ വിത്ത് ബ്രൈറ്റ് സ്റ്റുഡൻസ് ഓൺലി. അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിട്ട് മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഡി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് സ്ട്രൈക്ക് ചെയ്യുക. അത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ 2 പോവും, ഓപ്ഷൻ 3യും ക്യാൻസൽ ആവും, ഓപ്ഷൻ 4ഉം ക്യാൻസൽ ആവും. സോ ഓപ്ഷൻ 1 ആവും കറക്റ്റ് ആൻസർ. So, here correct answer is preparing students towards higher order thinking skills, using digital resources, interdisciplinary approach. അടുത്തത് ഒരു statement based question ആണ്. 2 statements provide ചെയ്തിട്ടുണ്ട്. Statement 1 പറയുന്നത് learning management system is used to provide a virtual environment for teachers and students. Statement 2 പറയുന്നത് LMS can be used for blended learning as well as for online learning. So, ഇവിടെ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following types of assessment is done for giving grades, marks or credits to students? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഫോർമേറ്റീവ്, ഇന്റഗ്രേറ്റീവ്, ഡയഗ്നോസ്റ്റിക്, സമ്മേറ്റീവ്. സോ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുള്ള കീവേഡ്സ് സമ്മേറ്റീവിന്റെ ആണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ, സമ്മേറ്റീവ്. ഇനി അടുത്തത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓട്ടോ എത്നോഗ്രഫി ഈസ് ആൻ അപ്രോച്ച് ദാറ്റ് അനലൈസസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പേഴ്സണൽ എക്സ്പീരിയൻസ്, കമ്മ്യൂണിറ്റി ഇഷ്യൂസ്, ലോക്കൽ ട്രൈബ്സ്, കൾച്ചറൽ ഡിസ്റ്റൻസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഓട്ടോ എത്നോഗ്രഫി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ആണ്. അവിടെ റിസർച്ചറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ റിസർച്ച് മിഡിൽ റേഞ്ച് തിയറീസ് ഓപ്പറേറ്റ് ഇൻ എ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് വൈഡർ ഡൊമൈൻ, ലിമിറ്റഡ് ഡൊമൈൻ, ഫ്ലെക്സിബിൾ ഡൊമൈൻ, റെപ്രസെന്റേറ്റീവ് ഡൊമൈൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ലിമിറ്റഡ് ഡൊമൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പുവർ അനാലിസിസ് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇസ് ഡ്യൂ ടു ഇംപേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻ, എംഫസിസ് ഓൺ ഒബ്ജക്റ്റീവ് അസസ്മെന്റ്, ഓവർ ജനറലൈസേഷൻ, ഓവർ സിംപ്ലിഫിക്കേഷൻ, നോൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3 ഓവർ ജനറലൈസേഷൻ, ഓവർ സിംപ്ലിഫിക്കേഷൻ, നോൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഈസ് എ പാർട്ട് ഓഫ് ഫോർമേറ്റീവ് റിസർച്ച്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഫോർമേറ്റീവ് റിസർച്ച് ക്യാൻ ബി ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ.
അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റി ആണ്, ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടെസ്റ്റ് ഓഫ് റിലയബിലിറ്റിയിൽ തന്നിട്ടുള്ളത് ടെസ്റ്റ് ആൻഡ് റീടെസ്റ്റ്, ഇന്റർറേറ്റർ, പാരലൽ ഫോംസ്, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഹാഫ്. ഇതിലെ ആദ്യത്തേത് എടുക്കുക, ടെസ്റ്റ് ആൻഡ് റീടെസ്റ്റ്. ടെസ്റ്റ് ആൻഡ് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ടെസ്റ്റ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ആൻഡ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എ മാച്ച് ആവുന്നത് 4ഉമായിട്ടാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ബാക്കി കൺസെപ്റ്റുകൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്റർറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പേഴ്സൺസിൽ സെയിം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് ഇന്റർറേറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് പാരലൽ ഫോംസ്. പാരലൽ ഫോംസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറിന് 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സാമ്പിൾ ഗ്രൂപ്പിന് ഡെലിവർ ചെയ്യുന്നതിനെയാണ് പാരലൽ ഫോംസ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റെസ്പോണ്ടൻസിന് ഡിഫറെന്റ് ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നതിനെയാണ് സ്പ്ലിറ്റ് ഹാഫ് എന്ന് പറയുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ കമ്മ്യൂണിക്കേഷൻ മെറ്റഫേഴ്സ് ആർ കൺസിഡർഡ് ഡാഷ് ഇൻ നേച്ചർ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പ്രിസൈസ്, ഇംപ്രിസൈസ്, നോൺ സിംബോളിക്, നോൺ റിഫ്ലക്റ്റീവ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ഇംപ്രിസൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, homogeneity of opinion among groups of people is mostly caused by. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അബ്സ്ട്രാക്ഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3 ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following are traditional approaches to communication? മെഷീൻ ടു മെഷീൻ, മെഷീൻ ടു മാൻ, റെറ്റോറിക്കൽ, സിമിയോട്ടിക്, ഫിനോമിനോളജിക്കൽ. ഇവിടെ നമ്മളോട് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ചോദിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്, റിറ്റോറിക്കൽ, സിമിയോട്ടിക്, ഫിനോമിനോളജിക്കൽ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് പേഴ്സണൽ കോൺവെർസേഷൻ ഇസ് മോർ ഇഫക്റ്റീവ് ദാൻ ബ്രോഡ്കാസ്റ്റ് സ്പീച്ച്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ദ ഫാക്ടർ ഓഫ് പേഴ്സണലൈസേഷൻ മേക്സ് ദ റേഡിയോ എ മോർ ഇഫക്റ്റീവ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാൻ എ ന്യൂസ് പേപ്പർ. സോ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളും ട്രൂ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനും ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷൻസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷന്റെ ടൈപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫാറ്റിക്, ഫീഡ്ബാക്ക്, മെറ്റാ മെസ്സേജ്, ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. സോ ഇതിൽ ആദ്യത്തേതാണ് ഫാറ്റിക്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻഡ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഗ്രീറ്റിംഗ്സിനെയാണ് ഫാറ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ബൈ, ഇതൊക്കെയാണ് ഫാറ്റിക് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. സോ ഇവിടെ എ മാച്ച് ആവുന്നത് 4ഉമായിട്ടാണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ബാക്കി കൺസെപ്റ്റുകൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എൻകോഡർ അയച്ച മെസ്സേജിന് ഡീകോഡർ റിപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. സോ ഡീകോഡർ ബിക്കംസ് ദ എൻകോഡർ. അടുത്താണ് മെറ്റാ മെസ്സേജ്. മെറ്റാ മെസ്സേജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് മെറ്റാ മെസ്സേജ് എന്ന് പറയുന്നത്. അടുത്തത് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ. ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ലെവലിലുള്ള ആൾക്കാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ലാറ്ററൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളിന് കോ വർക്കേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. സോ ഡി മാച്ച് ആവുന്നത് 3ഉമായിട്ടാണ്, ബിറ്റ്വീൻ ഈക്വൽസ്. ഇനി മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ്. 3 numbers are in the ratio of 2:5:6 and their sum is 663. Find the 3 numbers. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പേഴ്സ് റേഷ്യോയിലാകുമ്പോൾ 2:5:6 എന്നാണ് എഴുതുക. അതുപോലെ തന്നെ ഈ 3 നമ്പേഴ്സിനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 663 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പേഴ്സ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഈ 3 നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഈ 3ഉം റേഷ്യോയിൽ എഴുതുകയാണെങ്കിൽ 2:5:6 എന്നാണ് എഴുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 3 നമ്പേഴ്സിനെ 2x എന്നും 5x എന്നും 6x എന്നും എഴുതാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിന്റെ സം എന്ന് പറയുന്നത് 663 ആണ്. അപ്പോൾ 2x പ്ലസ് 5x പ്ലസ് 6x is equal to 663. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാൻ പറ്റും. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 51 ആണ്. ഇനി നമുക്ക് നമ്മളുടെ 3 വാല്യൂസ് ഫൈൻഡ് ചെയ്യാം. ആദ്യത്തെ വാല്യൂവിന് നമ്മൾ 2x എന്നാണ് ഡിനോട്ട് ചെയ്തത്. സോ 2 × 51 that is equal to 102. രണ്ടാമത്തെ നമ്പർ 5x, 5 × 51 that is equal to 255. മൂന്നാമത്തെ നമ്പർ 6x ആയിരുന്നു. സോ 6 × 51 that is equal to 306. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. There are 15 students in a class. The average age of students and the teacher of the class is 15 years. The average age of the teacher and the student is 2 years more than that of students. What is the age of class teacher?
സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയുന്നത് ഒരു ക്ലാസ്സിൽ ടോട്ടൽ 15 സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 15 സ്റ്റുഡൻസിൻ്റെയും ക്ലാസ്സിലെ ടീച്ചറിൻ്റെയും കൂടെയുള്ള ആവറേജ് ഏജ് എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ആവറേജ് ഏജിനേക്കാളും 2 വയസ്സ് കൂടുതലാണ് സ്റ്റുഡൻസിൻ്റേത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് ടീച്ചറിന്റെ ഏജ് എത്രയാണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ നമുക്ക് ടീച്ചറിന്റെ ഏജ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ആവറേജ് ഏജ് തന്നിട്ടുണ്ട്. ടീച്ചറിന്റെയും സ്റ്റുഡൻസിന്റെയും ടോട്ടൽ ആവറേജ് ഏജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടുപേരും കൂടെയുള്ള ആവറേജ് ഏജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞിട്ടുണ്ട്. ഈ ആവറേജിനേക്കാളും 2 വയസ്സ് കൂടുതലാണ് സ്റ്റുഡൻസിൻ്റെത്. ആവറേജ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 15 ആണ്. സോ 15 ഈസ് ഈക്വൽ ടു 2 പ്ലസ് ബി. ഇതിൽ നിന്ന് നമുക്ക് ബിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ബി ഈസ് ഈക്വൽ ടു 15 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ഇതാണ് സ്റ്റുഡൻസിന്റെ ആവറേജ് ഏജ്. നമുക്ക് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണെന്ന് അറിയാം, 15 ആണ്. സോ ടോട്ടൽ സ്റ്റുഡൻസിന്റെ ഏജ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 ഇൻറ്റു 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 195. ഇപ്പൊ നമുക്ക് സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് അറിയാം. ഇനി ടീച്ചറിന്റെ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ ടീച്ചറിന്റെ ടോട്ടൽ ഏജ് പ്ലസ് സ്റ്റുഡന്റ് ടോട്ടൽ ഏജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് ആണ്. ഇവിടെ നമുക്ക് ടീച്ചറിന്റെ ടോട്ടൽ ഏജ് അറിയില്ല, പക്ഷെ സ്റ്റുഡൻസിന്റെ ടോട്ടൽ ഏജ് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 195. സോ T plus 195 divided by the number of persons. Number of persons എത്രയാണുള്ളത്? 15 സ്റ്റുഡൻസും ഒരു ടീച്ചറും. സോ 16 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് എത്ര ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്? 15. ഇതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ടിന്റെ വാല്യൂ ആണ് 45. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ഷോപ്പ് കീപ്പർ പ്രൊഫസസ് ടു സെൽ ഹിസ് ഗുഡ്സ് ഓൺ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് 750 gram instead of 1 kg. വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഇൻ പെർസെൻറ്റേജ്? സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ഷോപ്പ് കീപ്പർ അയാളുടെ ഗുഡ്സ് കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ 1 kg പകരം 750 gram മാത്രമേ വിൽക്കൂ. അങ്ങനെയാണെങ്കിൽ ആ ഷോപ്പ് കീപ്പറിന്റെ ടോട്ടൽ ഗെയിൻ ഇൻ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഈസ് 4/9 ഓഫ് ദ പ്രിൻസിപ്പൽ. വാട്ട് വിൽ ബി ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം ഇൻ ഇയേഴ്സ് ഇഫ് ബോത്ത് ഓഫ് ദീസ് ആർ ന്യൂമറിക്കലി ഈക്വൽ? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടൈമും ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4/9 ഓഫ് പ്രിൻസിപ്പിൾ ആണ്. സോ 4/9 ഇൻറ്റു പി ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ടൈമും ഈക്വൽ ആണ്. സോ നമുക്ക് റേറ്റും ടൈമും ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്, 4/9 ഓഫ് പി. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലുള്ള പിയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ആറും ടിയും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 കൊടുത്താൽ മതി, രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആർ എടുക്കാം. സോ ഇത് ആർ സ്ക്വയർ ആവും. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 400/9. ഇതിൽ നിന്ന് നമുക്ക് ആർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആർ ഈസ് ഈക്വൽ ടു 6.66. 6.66 എന്ന് പറഞ്ഞാൽ എന്താണ്? 6/2/3 ആണ്. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ സീരീസ് ഗിവൻ ബിലോ. ഒരു സീരീസ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള നമ്പർ എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സീരീസ് തന്നിട്ടുള്ളത് 5, 10, 17, 24, 37, 50, 65. ഏതാണ് തെറ്റായിട്ടുള്ള നമ്പർ എന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ സീരീസിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. തന്നിരിക്കുന്ന സീരീസിൽ ആദ്യം വരുന്നത് 5 ആണ്, അതിനുശേഷം 10 ആണ്. സോ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഇനി അടുത്ത നമ്പേഴ്സ് നോക്കാം, 10ഉം 17, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. ഇനി അടുത്ത നമ്പർ നോക്കാം, 17ഉം 24, ഇത് തമ്മിലുള്ള ഡിഫറൻസും 7 ആണ്. അടുത്ത നമ്പേഴ്സ് 24ഉം 37 തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്. അടുത്തത് 37ഉം 50 തമ്മിലുള്ള ഡിഫറൻസും 13 ആണ്. അടുത്തതാണ് 50ഉം 65ഉം, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 ആണ്. ഇവിടെ നമുക്കൊരു സീരീസ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ രണ്ട് നമ്പേഴ്സ് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്.
5ന് ശേഷം 7 ആണ് വന്നത്. തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അടുത്ത നമ്പറിലാണ് പ്രശ്നം വരുന്നത്. ഇവിടെ 7ന് ശേഷം 9 ആയിരുന്നു വരേണ്ടത്. 9ന് ശേഷം 11 ആണ് വരേണ്ടത്. ഇവിടെ ഈ ഡിഫറൻസ് വരാൻ കാരണം അവിടെ റോങ് ആയിട്ട് നമ്പർ എടുത്തത് കൊണ്ടാണ്. അവിടെ 24 എന്നത് റോങ് നമ്പർ ആണ്. അവിടെ 26 ആയിരുന്നു വരേണ്ടത്. ഇവിടെ 24ന് പകരം 26 ആവുമ്പോൾ സീരീസ് കറക്റ്റ് ആവുന്നുണ്ട്. 5, 7, 9, 11, 13, 15 ഡിഫറൻസ് ആയിട്ട് വരുമ്പോൾ സീരീസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. 24 ആണ് റോങ് നമ്പർ. ഇനി അടുത്തത് ലോജിക്കൽ റീസണിംഗിലെ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻ ഇസ് ഒബ്വേർഡ്സ് ഓഫ് ആൻഡ് ലോജിക്കലി ഇക്വലന്റ് ടു സം മെൻ ആർ ഓണസ്റ്റ്. സോ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സം മെൻ ആർ ഡിസോണസ്റ്റ്, some men are not dishonest, no men are dishonest, some dishonest people are not men. So നമ്മൾ കഴിഞ്ഞ PYQന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഒബ്വേർഷൻ ചെയ്യുക, എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുക, എങ്ങനെയാണ് കൗണ്ടർപോസിഷൻ ചെയ്യുക എന്നൊക്കെ. ഒബ്വേർഷന്റെ റൂൾ ആണ് ആദ്യം ക്വാളിറ്റി ചേഞ്ച് ചെയ്യണം, അതിനുശേഷം പ്രെഡിക്കേറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യണം. സോ ഇവിടെ സം men are honest എന്നുള്ളത് ഒബ്വേർഷൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. സം men are not dishonest. സം എന്നുള്ളതിനെ ക്വാളിറ്റി ചേഞ്ച് ചെയ്ത് സം നോട്ട് ആക്കി, ഓണസ്റ്റ് എന്നുള്ളതിനെ കോംപ്ലിമെന്റ് ചെയ്ത് ഡിസ്ഓണസ്റ്റ് ആക്കി. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് to observe a proposition we change its quality and replace the predicate term with its complement. Statement 2 പറയുന്നത് obversion is valid for any standard form of categorical proposition. So ഈ ക്വസ്റ്റ്യനും ഒബ്വേർഷനെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. 2 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ട്രൂ തന്നെയാണ്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഒബ്വേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്വാളിറ്റി ചേഞ്ച് ചെയ്യണം, അതിനുശേഷം പ്രെഡിക്കേറ്റിനെ കോംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഒബ്വേർഷനിലെ എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും വാലിഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ലോജിക്കൽ ഇൻഫോർമൽ ഫാലസി ഇസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. No one has proved that global warming is actually occurring, so there is no reason to believe that it is actually occurring. Options തന്നിട്ടുള്ളത് begging the question, equivocation, appeal to ignorance, hasty generalization. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, appeal to ignorance. നമുക്കൊരു കാര്യം പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് ആ കാര്യം തെറ്റാണ് എന്ന് പറയുന്നതിലെ എററിനെയാണ് appeal to ignorance എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് the argument sound is eternal because it is produced is fallacious because. Options തന്നിട്ടുള്ളത് middle term is contradicted by another pramana means of knowledge, the middle term is too narrow, middle term itself disapproves the original proposition and proves it's contradictory, the minor term is locus of the middle term. So ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. sound is eternal because it is produced എന്ന് പറയുന്ന എററിനെ പറയുന്നതാണ് വിരുദ്ധ, contradicting reason, middle term itself disapproves the original proposition and proves it's contradictory. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് which of the following pramanas is differentiated into സ്വാർത്ഥ ആൻഡ് പ്രാർത്ഥ ടൈപ്സ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളതാണ് പ്രത്യക്ഷ്, അനുമന, ഉപമന, ശബ്ദ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 2. അനുമനയുടെ ക്ലാസിഫിക്കേഷൻ ആണ് സ്വാർത്ഥ ആൻഡ് പ്രാർത്ഥ. അടുത്തത് ICT യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. The collection of linked information residing on computers which is accessible through internet is called. Options തന്നിട്ടുള്ളത് HTTP, HTML, www, URL. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3 www. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡാഷ് ആർ ദ ടെക്സ്റ്റ് ഫയൽസ് വിത്ത് സ്മോൾ പീസ് ഓഫ് ഡാറ്റ ആൻഡ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ സ്പെസിഫിക് യൂസേഴ്സ് ആൻഡ് ഇംപ്രൂവ് ദ വെബ് ബ്രൗസിംഗ് എക്സ്പീരിയൻസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കുക്കീസ്, ബുക്ക് മാർക്സ്, ബ്ലോഗ്സ്, വിക്കീസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1 കുക്കീസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി. 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. RFID refers to the wireless system comprising 2 components, tags and readers. Second statement, the reader is a device that has one or more antennas that emit radio waves and receive signals back from the RFID tag. Third statement ആണ് passive RFID tags are powered by the reader and do not have a battery. സോ ഇവിടെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജിനെ പറ്റിയിട്ട് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളും ട്രൂ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് which of the following hardware component will lose data when the power to the computer is switched off? Processor register, cache memory, SSD, RAM, ROM. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്.
processor register, cache memory and RAM. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് an example of a cyber exacerbated crime is. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സൈബർ വെൻഡലിസം, സൈബർ പൈറസി, സൈബർ സ്റ്റോക്കിംഗ്, സൈബർ ട്രെസ്പാസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3 സൈബർ സ്റ്റോക്കിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ ദ വാട്ടർ, പാത്തജൻസ് ഇൻ ദ വാട്ടർ, ടോക്സിക് മെറ്റൽസ് ഇൻ ദ വാട്ടർ, കാറ്റോൺസ് ഇൻ ദ വാട്ടർ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് കാറ്റോൺസ് ഇൻ ദ വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റെഡ്യൂസിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് നോയ്സ് ബൈ എ ഫാക്ടർ ഓഫ് 10 വിൽ മീൻ എ റിഡക്ഷൻ ഇൻ ദ നോയ്സ് ലെവൽ ബൈ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 10 ഡെസിബിൾ, 20 ഡെസിബിൾ, 3 ഡെസിബിൾ, 6 ഡെസിബിൾ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1 10 ഡെസിബിൾ. അടുത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഫോട്ടോവോൾട്ടിക് സെൽ ആർ ഓഫൺ മെയ്ഡ് അപ്പ് ഓഫ് ക്രിസ്റ്റൽ സിലിക്കൺസ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഫോട്ടോവോൾട്ടിക് സെൽസ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ഇൻഎക്സ്പെൻസീവ് അമോർഫസ് സിലിക്കൺ വിച്ച് ഇസ് ലൈക്ക് ഓർഡിനറി ഗ്ലാസ് ആൻഡ് ഹാസ് നോ ക്രിസ്റ്റൽ പ്രോപ്പർട്ടീസ്. സോ ഇവിടെ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റും ട്രൂ തന്നെയാണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഇനി അടുത്തത് ഒരു അസേർഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് ബയോമാസ് ഈസ് കൺസിഡേർഡ് ആസ് കാർബൺ ന്യൂട്രൽ. റീസൺ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുള്ളത് ദ എമൗണ്ട് ഓഫ് കാർബൺ ദേ എമിറ്റ് ഇസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് കാർബൺ ദേ ഹാവ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദെയർ ലൈഫ് ടൈം. സോ ഇവിടെ അസേർഷൻ സ്റ്റേറ്റ്മെന്റും റീസൺ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊല്യൂട്ടന്റ് കോസസ് അഗ്രവേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ഡിസ്കളറേഷൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കാർബൺ മോണോക്സൈഡ്, ലെഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓസോൺ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 നൈട്രജൻ ഡയോക്സൈഡ് ആണ്. അടുത്തത് ഹയർ എഡ്യൂക്കേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ നവംബർ 1948 അപ്പോയിന്റഡ് എ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് DS കോത്താരി, മിസ് സുജിത കൃപ്ലാനി, ഡോക്ടർ S രാധാകൃഷ്ണൻ, മിസസ് ആനി ബെസന്ത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 3 ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹെൻസ മെഹ്ത കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ ഇൻ 1962 വിത്ത് ദ പർപ്പസ് ടു. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ക്യാരി ഔട്ട് ഇൻസ്പെക്ഷൻ ഓഫ് സ്കൂൾ ഇൻ റൂറൽ ഏരിയ, എക്സാമിൻ ദ ഡിഫറൻസിയേഷൻ ഓഫ് കരിക്കുലം ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ഓൾ സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ, എസ്റ്റാബ്ലിഷ് സയൻസ് ലബോറട്ടറീസ് ഇൻ യൂണിവേഴ്സിറ്റീസ്, formulate policy for use of educational satellites for rural areas. So correct answer വരുന്നത് ഓപ്ഷൻ 2 ആണ്. ടു എക്സാമിൻ ദ ഡിഫറൻസിയേഷൻ ഓഫ് കരിക്കുലം ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് അറ്റ് ഓൾ സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹു എമംഗ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ ഹിന്ദു ഗേൾസ് സ്കൂൾ അറ്റ് ബനാറസ് വിത്ത് ദ ഒബ്ജക്ട് ഓഫ് ഇംപാർട്ടിംഗ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ടു ഗേൾസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ആനി ബെസന്റ്, സരോജിനി നായിഡു, രാജാറാം മോഹൻ റോയ്, ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ 1 ആനി ബെസന്റ്. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് സ്വയം പ്രഭ കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് 34 DTH ചാനൽ using GSAT-15 satellites on 24/7 basis. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ദ കൺസെപ്റ്റ് നോട്ട് ഫോർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രിപ്പയർഡ് ബൈ MHRD in 2014 ഐഡന്റിഫൈഡ് ആസ് മെനി ആസ് 53 themes. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് മാച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് 1 എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സും ലിസ്റ്റ് 2 അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവ്സ് ആണ് രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷ അഭിയാൻ, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ അക്കാഡമിക് നെറ്റ്വർക്ക്, ഉച്ചാർ ആവിഷ്കാർ യോജന, സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യസ് ഡെവലപ്പിംഗ് എക്കണോമി. സോ ഇതിലെ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് ആണ് രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷ അഭിയാൻ. ഇത് ലോഞ്ച് ചെയ്ത് 2013 സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസേഡ് സ്കീമാണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഓഫ് ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റ് ആണ് രാഷ്ട്രീയ ഉച്ചാർ ശിക്ഷ അഭിയാന്റെ മെയിൻ ഒബ്ജക്റ്റീവ്.
സോ ഇവിടെ എ മാച്ച് ആവുന്നത് 4ഉമായിട്ടാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഇതിലെ അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓൺ അക്കാഡമിക് നെറ്റ്വർക്ക്. ഇത് ലോഞ്ച് ചെയ്ത് 2015 ഈ ഇനീഷ്യേറ്റീവ് പ്രകാരം ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഷോർട്ട് ടേം പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യും. അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് ഉച്ചാർ ആവിഷ്കാർ യോജന. ഇത് ലോഞ്ച് ചെയ്ത് 2015 ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷൻ ആണ് ഈ പ്രോഗ്രാമിന്റെ മെയിൻ എയിം. അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യസ് ഡെവലപ്പിംഗ് എക്കണോമി. ഇത് ലോഞ്ച് ചെയ്ത് 2019 റിസർച്ച് കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അടുത്തത് കോംപ്രിഹെൻഷൻ പാർട്ടാണ്. ഒരു പാസേജ് തരും, അത് റിലേറ്റഡ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ കഴിഞ്ഞ വീഡിയോ പോലെ ഇതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. പാസേജിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ന്യൂ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ഈസ് ഹ്യൂജ്ലി ആക്റ്റീവ് ഇൻ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അഡോപ്റ്റിംഗ് ഇന്നോവേറ്റീവ് ലൈഫ് സ്റ്റൈൽ, അക്വയറിംഗ് ന്യൂ ടെക്നിക്കൽ കോമ്പീറ്റൻസ്, റീഡിഫൈനിങ് ദ ബിസിനസ് സ്ട്രാറ്റജീസ്, കോൺസ്പീഷ്യസ് കൺസംഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്ലോബൽ കമ്മോഡിറ്റി ചെയിൻ ഹാസ് ഗിവൻ ദ മിഡിൽ ക്ലാസ് ഇറ്റ്സ് ഓൺ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഐഡന്റിറ്റി, മാർക്കറ്റ്, എക്കണോമിക് സ്റ്റാറ്റസ്, അപ്വേർഡ് മൊബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ന്യൂ മിഡിൽ ക്ലാസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലോബൽ ബ്രാൻഡ്സ്, മാർക്കറ്റ് എക്സ്പാൻഷൻ, ഗ്ലോബൽ ക്യാപിറ്റലിസം, വൈറ്റ് കോളർ സുപ്രീമസി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ എലൈറ്റ് ക്ലാസ് ഹാസ് എ വിഷൻ ഓഫ് നാഷണൽ സ്റ്റേറ്റ് ആങ്കേർഡ് ബൈ. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പോളിസി ഡിസ്കോഴ്സസ്, മാർക്കറ്റ് മിറാക്കിൾ, ലിമിറ്റ്ലെസ് കൺസംഷൻ, കോർപ്പറേറ്റ് നറേറ്റീവ്സ്. പാസേജിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ദ മെയിൻ തീം ഓഫ് ദ പാസേജ് ഈസ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മാർക്കറ്റ് ഡ്രിവൺ മിഡിൽ ക്ലാസ് ഐഡന്റിറ്റി, നീഡ് ഫോർ ഹൈ ലെവൽ കൺസംഷൻ, നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് മോഡേണൈസ് കൺസംഷൻ, എമർജൻസ് ഓഫ് നോളജ് എന്റർപ്രൈസ്. അടുത്തത് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. The following table shows the percentage distribution of production of bicycle of 2 different models L and M by 6 companies A to F. Ratio of production of model L to that of M and the percentage profit earned on these 2 models. Production cost of the 6 companies together is 6.4 crore. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 6 ഡിഫറെന്റ് ബൈസൈക്കിൾ കമ്പനീസിന്റെ ഡാറ്റയാണ്. അവരുടെ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ കമ്പനീസും 2 ഡിഫറെന്റ് മോഡൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എല്ലും എമ്മും. അതിന്റെ പ്രൊഡക്ഷൻ റേഷ്യോയും പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ഈ 6 കമ്പനീസിന്റെയും കൂടി ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 6.4 crore ആണ്. ഇനി ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ കമ്പനി എ ഓൺ മോഡൽ എൽ ഈസ്. സോ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് കമ്പനി എ മോഡൽ എല്ലിൽ എത്ര പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കിയത് എന്നാണ്. സോ എയുടെ പ്രോഫിറ്റ് കാണാനായിട്ട് നമുക്കറിയാം ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 6 കമ്പനീസ് കൂടിയിട്ട് 6.4 ആണ്. അതിലെ എയുടെ പെർസെന്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 20% ആണ്. ഇതിലെ ഈ 20%-ലെ എല്ലിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 13/20 ആണ്. ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് 13:7 എന്ന്. സോ എല്ലിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 13/20 ആണ്. അതുപോലെ എല്ലിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 25% ആണ്. സോ കമ്പനി എ എൽ മോഡലിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6.4 into 20/100 into 13/20 into 25/100 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.208. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ കമ്പനീസ് ബി ആൻഡ് സി ടുഗെദർ ഓൺ മോഡൽ എം ഈസ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് കമ്പനി ബിയുടെയും കമ്പനി സിയുടെയും ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് മോഡൽ എമ്മിൽ എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കമ്പനി എയുടെ പ്രോഫിറ്റ് കണ്ടതുപോലെ തന്നെ കമ്പനി ബിയുടേതും കമ്പനി സിയുടെ പ്രോഫിറ്റും കാണണം ഓൺ മോഡൽ എമ്മില്. എന്നിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. സോ നമുക്ക് ആദ്യം കമ്പനി ബിയുടെ പ്രോഫിറ്റ് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളത് 6.4 ആണ്. ഇൻറ്റു 14% ആണ് ബിയുടെ പ്രപ്പോർഷൻ. സോ 14/100 ഇൻറ്റു റേഷ്യോ നമുക്കുള്ളത് 5/14 ഇൻറ്റു 30/100 ആണ് എമ്മിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0.096. ഇനി നമുക്ക് കമ്പനി സി മോഡൽ എമ്മിൽ എത്ര പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്തതെന്ന് കാണാം. നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 6.4 ആണ്. സിയുടെ പ്രപ്പോർഷൻ 22/100 ആണ്. എമ്മിന്റെ റേഷ്യോ 5/11 ആണ്. അതുപോലെ തന്നെ എമ്മിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് 24/100 ആണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും
0.1536. നമ്മളോട് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് പ്രോഫിറ്റ് ഏൺ ബൈ കമ്പനി ബി ആൻഡ് കമ്പനി സി ടുഗെദർ ആണ്. സോ നമുക്ക് ബിയിൽ കിട്ടിയ പ്രോഫിറ്റ് 0.096 പ്ലസ് സിയിൽ കിട്ടിയ പ്രോഫിറ്റ് 0.1536 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2496. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മോഡൽ എൽ ബൈ കമ്പനി ഡി ടു ദാറ്റ് ഓഫ് മോഡൽ എം ബൈ കമ്പനി എഫ് ഇസ്. നമ്മളോട് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറയുന്നത് റേഷ്യോ ആണ്. റേഷ്യോ ബിറ്റ്വീൻ കമ്പനി ഡിയുടെ മോഡൽ എല്ലിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് കമ്പനി എഫിന്റെ മോഡൽ എമ്മിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ റേഷ്യോ കാണാൻ വേണ്ടി നമുക്ക് ആദ്യം കമ്പനി ഡിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത് 6.4 ആണ്. അതിൽ കമ്പനി ഡിന്റെ പ്രൊപ്പോർഷൻ 13/100 ആണ്. അതുപോലെ തന്നെ എല്ലിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 6/13 ആണ്. ഇനി നമുക്ക് വേണ്ടത് കമ്പനി എഫിന്റെ മോഡൽ എമ്മിന്റെ ഡാറ്റയാണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 6.4 ആണ്. അതിൽ എഫിന്റെ പ്രൊപ്പോർഷൻ 21/100 ആണ്. അതുപോലെ തന്നെ എമ്മിന്റെ റേഷ്യോ 10/21 ആണ്. സോ ഇനി റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 6.4ഉം 6.4ഉം ക്യാൻസൽ ചെയ്യാം, 13ഉം 13ഉം ക്യാൻസൽ ചെയ്യാം, 100ഉം 100ഉം ക്യാൻസൽ ചെയ്യാം, അതുപോലെ തന്നെ 21ഉം 21ഉം ക്യാൻസൽ ചെയ്യാം. സോ ബാക്കിയുള്ളത് 6:10 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3:5. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ, 3:5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഫിറ്റ് ഏൺ ബൈ കമ്പനി സി ഓൺ മോഡൽ എൽ ആൻഡ് ദ കമ്പനി ഇ ഓൺ മോഡൽ എം. സോ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റിൽ വന്ന ഡിഫറൻസ് ആണ്. സോ ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കമ്പനി സി മോഡൽ എല്ലിൽ എത്ര പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 6.4 × 22/100 × 6/11 × 20/100. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.1536. ഇനി പ്രോഫിറ്റ് ഏൺ ബൈ കമ്പനി ഇ ഓൺ മോഡൽ എം എന്ന് പറയുന്നത് 6.4 × 10/100 × 3/5 × 21/100 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.08064. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. സോ 0.1536 മൈനസ് 0.08064 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.07296. സോ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഏൺ ബൈ മോഡൽ എൽ ബൈ കമ്പനി ബി ടു ദാറ്റ് ഓഫ് ദ മോഡൽ എം ബൈ കമ്പനി ഡി. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് റേഷ്യോ തന്നെയാണ് ഫൈൻഡ് ചെയ്യാൻ പറയുന്നത്, പക്ഷെ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. സോ റേഷ്യോ ഫൈൻഡ് ചെയ്യാനായിട്ട് ആദ്യം കമ്പനി ബിയുടെ മോഡൽ എല്ലിൽ എത്ര പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്തതെന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.4 × 14/100 × 9/14 × 28/100. ഇനി കമ്പനി ഡിയുടെ മോഡൽ എമ്മിൽ എത്ര പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്തതെന്ന് കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.4 × 13/100 × 7/13 × 25/100. സോ ഇനി നമുക്ക് രണ്ട് ഭാഗത്തും വരുന്ന നമ്പേഴ്സ് ക്യാൻസൽ ചെയ്യാം. 6.4 ക്യാൻസൽ ആവും, അതുപോലെ തന്നെ 14ഉം 14ഉം ക്യാൻസൽ ആവും, രണ്ട് ഭാഗത്തുള്ള ഹൺഡ്രഡ്സ് ക്യാൻസൽ ആവും, അതുപോലെ തന്നെ 13ഉം 13ഉം ക്യാൻസൽ ആവും. ഇനി ഇവിടെ ബാക്കിയുള്ളത് 9 × 28 ദാറ്റ് ഈസ് ഈക്വൽ ടു 252, അതുപോലെ തന്നെ 7 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 175. സോ നമ്മൾ റേഷ്യോ 252:175 ആയി. ഈ രണ്ട് നമ്പേഴ്സും 7ഉമായി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആണ്. സോ നമ്മളുടെ റേഷ്യോ 36:25 ആയി. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. സോ ഈ വീഡിയോയിൽ നമ്മൾ UGC NET പേപ്പർ 1ന്റെ 13th October 2022 നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ആണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.